ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കവാടമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നെടുങ്കയം ഫോറസ്റ്റിലെ തേക്കൊക്കെ സ്ഥാപിച്ച ES ദാവ്സൻ എന്ന് പറഞ്ഞ സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ കരുളായി പഞ്ചായത്തിലാണ് ഈ സ്ഥലം. നെടുങ്കയം ഫോറസ്റ്റ് റിസർവ് സ്റ്റേഷനാണ്. ഇവിടെ വരുന്നവർ ആദ്യം ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേക്കിന്റെ കാടാണ് കേട്ടത്, തേക്കിന്റെ കാടാണ്. ഇവിടുത്തെ ആദിവാസികൾ പണിയെടുക്കുന്ന കാടവിടെ. ഈ കാണുന്നത് 1933 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലാണ്. പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് ഫോറസ്റ്റ് ഗാർഡുകൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണിക്കാം. പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
1938 ഇവിടെ താമസിച്ചിരുന്ന ഒരു എഞ്ചിനീയർ സ്വന്തം ഭാര്യയോട് ബെറ്റ് വെച്ച് പുഴയിലെ കയത്തിന്റെ ആഴം അളക്കാമെന്ന് പറഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തിന് മുകളിലേക്ക് പൊങ്ങി വരാൻ സാധിക്കാതെ വരികയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് ദാരുണ അന്ത്യമാണ് ഇവിടെ സംഭവിച്ചത്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്ന അദ്ദേഹത്തിന്റെ സ്മാരകമാണ്. ആ കാണുന്നതാണ് സാഹിബിന്റെ സ്മാരകം. അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് ES ദാവൂസൻ സാഹിബിന്റെ ശവകുടീരം. ഈ കാണുന്നതാണ് ആനക്കൊട്ടിൽ അല്ലെങ്കിൽ ആനപ്പന്തി എന്ന് പറയും. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് 1935-ലാണ്. അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാരിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു. ഏകദേശം 91 വർഷത്തോളം പഴക്കമുള്ള ഒരു ആനക്കൊട്ടിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം 5 ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശൻ ആണ്. ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു. നെടുങ്കയത്തെ ആദിവാസി ഊരുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഊരുകളല്ല, സർക്കാർ വെച്ചു കൊടുത്ത പുതിയ കെട്ടിടങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടാണിത്. ഇവിടെ ഒരു ബദൽ സ്കൂൾ ഉണ്ട്, അത് കാണാം നമുക്ക്. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. ആദ്യം സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. 2016-ലാണ് ഈ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചത് രേഖാമൂലമുള്ള ആദ്യത്തെ വിവരമാണ്. അതിനുശേഷം പല സന്ദർശകരും ഈ കയത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യം കൊണ്ട് ഈ കയത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ്. ഏറ്റവും അവസാനം ഈ കയത്തിൽ മരണപ്പെട്ടത് 2024 ഫെബ്രുവരി 9 ആയിഷ, റിദ, ഫാത്തിമ, മുഹസിന എന്നീ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ്.
ഈ കാണുന്നതാണ് നിലമ്പൂർ തേക്ക്. ഇത് ലേലം ചെയ്തിട്ടാണ് വിൽപ്പനയ്ക്ക് കൊടുക്കാറുള്ളത്.